നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നീലേശ്വരത്ത് പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്ന കേസിൽ പ്രതി മണിക്കൂറുകൾക്കകം പിടിയിൽ. കൊട്ടാരക്കര എഴുക്കോൺ സ്വദേശി അഭിരാജാണ് പിടിയിലായത്. കാഞ്ഞങ്ങാട്ട് പട്ടാപ്പകൽ സ്വകാര്യ ബസ്സിൽ കവർച്ച. യാത്രക്കാരിയുടെ 6.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചതിലൂടെ 2.36 കോടി രൂപ തട്ടിയെടുത്തുവെന്ന ആരോപണത്തിൽ അന്വേഷണം വേണം. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ വീട്ടിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച്. മഞ്ചേശ്വരത്ത് തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷം. ഐല ശിവാജി നഗറിലെയും മുസോടി കടപ്പുറത്തെയും തീരദേശവാസികൾ ആശങ്കയിൽ. കാസർഗോഡ് ചന്ദ്രഗിരി പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. രാവണേശ്വരം മുക്കോട് സ്വദേശി അജേഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ല. ബദിയടുക്കയിലെത്തുന്ന യാത്രക്കാർ അനുഭവിക്കുന്നത് കടുത്ത ദുരിതം. വാർത്തകൾ വിശദമായി. പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്ന കേസിൽ പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി നീലേശ്വരം പോലീസ്. കൊട്ടാരക്കര എഴുക്കോൺ സ്വദേശി അഭിരാജിനെയാണ് കോഴിക്കോട് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് ചിറപ്പുറം ആലങ്കീഴിലെ OV രവീന്ദ്രന്റെ വീട്ടിൽ കവർച്ച നടന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ നീലേശ്വരം ഏരിയ സെക്രട്ടറി OV രവീന്ദ്രന്റെ ചിറപ്പുറം ആലൻകീഴിലെ മിനി സ്റ്റേഡിയത്തിന് സമീപത്തെ വീട്ടിലാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ കവർച്ച നടന്നത്. വീട് കുത്തി തുറന്ന് 20 പവൻ സ്വർണവും 10,000 രൂപയുമാണ് കവർച്ച ചെയ്യപ്പെട്ടത്. രവീന്ദ്രനും ഭാര്യ നളിനിയും മകളുടെ കുട്ടികളുമാണ് വീട്ടിൽ താമസിക്കുന്നത്. മകളുടെ കുട്ടികളുടെ ക്ലാസ് PTA യോഗം നടക്കുന്നതിനാൽ നളിനി ബംഗളം കക്കാട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോയ സമയത്താണ് പ്രതി കവർച്ച നടത്തിയത്. തിരുവനന്തപുരത്ത് മൃഗസംരക്ഷണ വകുപ്പിന്റെ ആസ്ഥാനത്ത് ജോലി ചെയ്യുന്ന രവീന്ദ്രന്റെ മകൾ രമ്യയുടെ സ്വർണ്ണാഭരണങ്ങളാണ് കവർച്ച ചെയ്യപ്പെട്ടത്. സംഭവം അറിഞ്ഞയുടൻ നീലേശ്വരം പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. മോഷ്ടാവിന്റെ വ്യക്തമായ ചിത്രം CCTVയിൽ പതിഞ്ഞിരുന്നു. ഇതാണ് പ്രതിയെ പിടികൂടാൻ പോലീസിനെ ഏറെ സഹായകരമായത്. അന്വേഷണത്തിനൊടുവിൽ കോഴിക്കോട് നിന്നുമാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. കൊട്ടാരക്കര എഴുക്കോൺ സ്വദേശി അഭിരാജാണ് അറസ്റ്റിലായത്. മോഷ്ടിച്ച സ്വർണവും പണവും ഇയാളിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചതിലൂടെ 2.36 കോടി രൂപ തട്ടിയെടുത്തുവെന്ന ആരോപണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ വീട്ടിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. കാഞ്ഞങ്ങാട് മാതൂത്തുള്ള വീട്ടിലേക്ക് വെള്ളിയാഴ്ച നടത്തിയ മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചതിലൂടെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP 2.36 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബാലകൃഷ്ണൻ പെരിയയാണ് ആരോപിച്ചത്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ നടപടിയോട് പ്രതികരിക്കുന്നതിനിടയിലാണ് MPക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. ഓരോ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുമ്പോഴും കമ്മീഷനായി ഓരോ ലക്ഷം രൂപ വാങ്ങിയെന്നും ഇതുവഴി ഉണ്ണിത്താൻ 2.36 കോടി രൂപ ഉണ്ടാക്കിയെന്നുമാണ് ബാലകൃഷ്ണന്റെ ആരോപണം. കോൺഗ്രസ് നേതാവിന്റെ ആരോപണം ഗുരുതരമാണെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നുള്ള ആവശ്യം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നതിനിടയിലാണ് ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി MPയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത്. കൊവൽപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് MPയുടെ വീടിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ആ പണത്തിൽ ഏതാണ്ട് 8 കോടിയോളം വരുന്ന പണം 50% പണം ചെലവഴിച്ചത് ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. എന്താണ് അതിന് പിന്നിലുള്ള താല്പര്യം? നേരത്തെ കാസർഗോഡിന്റെ MPയായി സമാരാധ്യനായ സഖാവ് P കരുണാകരൻ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഈ കാസർഗോട്ടെ വിദ്യാലയങ്ങൾക്ക് ബസ് അനുവദിച്ചിരുന്നു. ഈ കാസർഗോട്ടെ സ്കൂളുകൾക്ക് കെട്ടിടം അനുവദിച്ചിരുന്നു. കാസർഗോട്ടെ എൻഡോസൾഫാൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഈ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലെ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ നമ്മുടെ നാട്ടിലെ തൊഴിലിടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയ ഒരു അനുഭവം നമുക്കുണ്ടോ? ഇദ്ദേഹം ആകെ നടത്തിയത് വഴി നീളെ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു 236 എണ്ണമെന്നാണ്. ആ ഹൈമാസ് ലൈറ്റുകളിൽ ഡിവൈഎഫ്ഐ വിളിച്ച മുദ്രാവാക്യം പോലെ 6:4 വലിപ്പത്തിൽ ഭീമാകാരമായ ഫോട്ടോ സ്ഥാപിക്കുന്നു. ആ ഫോട്ടോയുടെ പിറകിൽ വെളിച്ചം സ്ഥാപിക്കുന്നു.
ഇങ്ങനെ സ്വന്തം ചിത്രം സചിത്രം നാട്ടുകാരെ കാണിക്കുന്നതിന് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുന്ന നേതാവായി രാജ്മോഹൻ ഉണ്ണിത്താൻ മാറുന്ന അനുഭവമായിരുന്നു 5 വർഷക്കാലം ഈ മണ്ഡലത്തിലുണ്ടായത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചതിൽ അഴിമതി നടത്തിയെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെയുള്ളവരാണെന്നും അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ആരോപണം മാത്രമായി ഇത് തള്ളിക്കളയാനാവില്ലെന്നും രജീഷ് വെള്ളാട്ട് പറഞ്ഞു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ഷാലു മാത്യു അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സെക്രട്ടറി വി ഗിനീഷ് സ്വാഗതം പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കനേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MP രതീഷ് എന്നിവർ സംസാരിച്ചു. മാർച്ചിലും MPയുടെ വസതിക്ക് മുന്നിൽ നടന്ന സമരത്തിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട്ട് പട്ടാപ്പകൽ സ്വകാര്യ ബസ്സിൽ നിന്നും യാത്രക്കാരിയുടെ 6.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പയ്യന്നൂർ മാവിച്ചേരിയിലെ MV പ്രസാദിന്റെ ഭാര്യ MK ഉദയമ്മയുടെ ബാഗിൽ നിന്നുമാണ് ആഭരണങ്ങൾ കവർന്നത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പയ്യന്നൂരിൽ നിന്നും കാഞ്ഞങ്ങാട്ടെത്തിയ വൈശാലി ബസ്സിലാണ് കവർച്ച നടന്നത്. പയ്യന്നൂർ മാവിച്ചേരിയിലെ MV പ്രസാദിന്റെ ഭാര്യ MK ഉദയമ്മ ഹാൻഡ്ബാഗിൽ സൂക്ഷിച്ചിരുന്ന 3.5 ലക്ഷം രൂപ വില വരുന്ന 2 സ്വർണമാലകളാണ് മോഷണം പോയത്. സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസിൽ പരാതി നൽകി. പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഞ്ചേശ്വരത്ത് തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷം. ഐല ശിവാജി നഗറിലെയും മുസോടി കടപ്പുറത്തെയും തീരദേശവാസികൾ കടലാക്രമണത്തെ തുടർന്ന് കടുത്ത ആശങ്കയിലാണ്. പ്രദേശത്ത് നിരവധി മരങ്ങൾ കടലെടുത്തു. വീടുകൾ ഉൾപ്പെടെ അപകട ഭീഷണിയിലാണ്. കനത്ത മഴ തുടരവേ മഞ്ചേശ്വരത്ത് തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം അതിരൂക്ഷമാണ്. ഇതേ തുടർന്ന് ഐല ശിവാജി നഗറിലെയും മുസോടി കടപ്പുറത്തെയും തീരദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. ഈ പ്രദേശത്തെ നിരവധി മരങ്ങൾ കടലെടുത്തു. കടലാക്രമണം തുടർന്നാൽ പരിസരത്തെ റോഡുകളും വൈദ്യുതി തൂണുകളും നശിച്ചേക്കാവുന്ന അവസ്ഥയാണ്. വീടുകൾക്കും ആരാധനാലയങ്ങൾക്കും ഉൾപ്പെടെ അപകടമുണ്ടാകാനും സാധ്യതയുണ്ട്. ഇതോടെ മത്സ്യത്തൊഴിലാളികൾ ഭീതിയോടെയാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ പ്രതിരോധ ഭിത്തി നിർമ്മാണത്തിനായി വർഷങ്ങളായി ആവശ്യപ്പെട്ടുവെങ്കിലും ഇതുവരെ അധികാരികൾ തീരത്തെ സംരക്ഷണത്തിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ്. പ്രദേശങ്ങളിൽ പ്രതിരോധ ഭിത്തി നിർമ്മിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യം ഉയരുന്നുണ്ട്. കഴിഞ്ഞ മഴക്കാലത്തും കടലാക്രമണത്തിൽ മരങ്ങൾ കടലെടുത്തും മറ്റും ഇവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ചന്ദ്രഗിരി പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. രാവണീശ്വരം മുക്കൂട് സ്വദേശി അജീഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഒരാഴ്ച മുൻപ് എടനീർ ബദിരമൂലയിലെ ഒരു യുവാവും ചന്ദ്രഗിരി പാലത്തിൽ നിന്നും ചാടി മരിച്ചിരുന്നു. സമാന സംഭവങ്ങൾ ആവർത്തിക്കുന്നത് വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. പാലത്തിൽ കമ്പിവേലി സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. കാസർഗോഡ് ചന്ദ്രഗിരി പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. രാവണീശ്വരം മുക്കൂട് പാലക്കൽ വീട്ടിൽ അച്യുതൻ രാധാ ദമ്പതികളുടെ മകൻ അജീഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വ്യാഴാഴ്ച വൈകിട്ടാണ് അജീഷ് പുഴയിൽ ചാടിയത്. സുഹൃത്തിന് വാട്സാപ്പിൽ സന്ദേശം അയച്ചതിന് ശേഷമാണ് പുഴയിലേക്ക് ചാടിയത്. യുവാവിന്റെ സ്കൂട്ടർ പരിസരത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെ ചെമ്പരിക്ക നോമ്പിൽ പുഴയോട് കടൽ ചേരുന്ന സ്ഥലത്തിന് സമീപം കടപ്പുറത്താണ് മൃതദേഹം കരയ്ക്കടിഞ്ഞത്. ബന്ധുക്കളെത്തി തിരിച്ചറിഞ്ഞ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഒരാഴ്ച മുൻപ് കാസർഗോഡ് സ്വദേശിയായ യുവാവ് ചന്ദ്രഗിരി പാലത്തിൽ നിന്ന് ചാടി മരിച്ചിരുന്നു. പിറ്റേന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ടൈൽസ് ജോലിക്കാരനായ എടനീർ ബദിരമൂലയിലെ B പുഷ്പകുമാറാണ് മരിച്ചത്. ഇതിന് പിന്നാലെയാണ് അജേഷും പുഴയിൽ ചാടി മരിച്ചിരിക്കുന്നത്. അജേഷിന് കടബാധ്യത ഉണ്ടായിരുന്നതായി സൂചനയുണ്ട്. ഇതാണ് പുഴയിൽ ചാടി മരിക്കുവാൻ കാരണമെന്നാണ് സംശയിക്കുന്നത്. സജിതയാണ് ഭാര്യ. 5ഉം 2ഉം വയസ്സുള്ള 2 പെൺമക്കളുമുണ്ട്. അഭിലാഷ് സഹോദരനാണ്. തുടർച്ചയായി ഇത്തരത്തിൽ ആളുകൾ ചന്ദ്രഗിരി പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടുന്ന സംഭവം ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. ഇവിടെ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നും പാലത്തിൽ ഇരുമ്പുവല കെട്ടണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പോലീസുകാർക്കെന്താ വയലിൽ കാര്യമെന്ന് ചോദിച്ചാൽ ചളി നിറഞ്ഞ പിലിക്കോട് കൊടക്കാട് പാടശേഖരത്തിലെ നെൽവയലിൽ നിന്നും അവർ പറയും ഞങ്ങളും കൃഷിയിലാണെന്ന്.
ഞാറ് നട്ടുകൊണ്ട് കൃഷിപ്പണിയിലിറങ്ങിയ പോലീസുകാർക്ക് സഹായവും നിർദ്ദേശങ്ങളുമായി കർഷകരും കർഷക തൊഴിലാളികളുമുണ്ട് ഇവിടെ. കേരള പോലീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് നെൽകൃഷിയിൽ ഒരു കൈ നോക്കാൻ കാക്കിക്കുപ്പായക്കാരും ചേറിലിറങ്ങിയത്. കർഷകരുടെ ഗ്രാമമായി അറിയപ്പെടുന്ന 70 ഏക്കറോളം വിസ്തൃതിയിലുള്ള കൊടക്കാട് ഗ്രാമത്തിലെ നെൽവയൽ തരിശിടാതെ നിൽക്കുന്ന അപൂർവം പ്രദേശങ്ങളിലൊന്നാണ്. കർഷക കൂട്ടായ്മകളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും നേതൃത്വത്തിൽ 4 പ്രധാന പാടശേഖരങ്ങളിലും നെൽകൃഷിക്കായി സജീവ ഇടപെടൽ നടത്തിവരുന്നുവെന്ന പ്രത്യേകതയും പ്രദേശത്തിനുണ്ട്. കൊടക്കാട് സഹകരണ ബാങ്കും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികളുമായി രംഗത്തുണ്ട്. ആനിക്കാടി വയലിൽ പൂർണ്ണമായും കൃഷി ഇറക്കിക്കഴിഞ്ഞു. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളന ഭാഗമായി കൊടക്കാട് പടിഞ്ഞാറേക്കര കദളി വനത്തോട് ചേർന്നുള്ള വയലിൽ ഞാറ് നട്ടാണ് പോലീസുകാർ കൃഷിപ്പണിക്ക് തുടക്കമിട്ടത്. പ്രത്യാശ, ആതിര തുടങ്ങിയ നെല്ലിനങ്ങൾ കൊണ്ടാണ് ഞാറ്റടി തയ്യാറാക്കിയത്. 1/2 ഏക്കറോളം വരുന്ന 3 വയലുകളാണ് കൃഷിക്കായി തിരഞ്ഞെടുത്തത്. ചേറിലിറങ്ങി പണിയിലേർപ്പെട്ടവരെ ആവേശത്തിലാക്കും വിധം നീലേശ്വരം പോലീസ് സ്റ്റേഷനിലെ PRO KV പ്രദീപ്, ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി എന്നിവർ ചേർന്ന് നാടൻ പാട്ടുകളും അടിപൊളി സിനിമാ ഗാനങ്ങളും പാടിത്തിമിർത്തു. കർഷക തൊഴിലാളികൾക്കൊപ്പം പോലീസുകാർ ചളിയിൽ നൃത്തം ചവിട്ടി. പോലീസ് അസോസിയേഷനിലെ 100-ൽ പരം പേർ നെൽവയലിൽ ഞാറ് നട്ടു. കാർഷിക മേഖലയിൽ പരിചിതരായ സേനയിലെ ഹരീഷ് കോളംകുളം, ദിലീഷ് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ഞാറ്റുവേലയിൽ ഞാറ് നടീൽ നടന്നത്. നാട്ടുകാരായ കർഷകർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരും ഇവർക്കൊപ്പം ചേർന്നു. കൊടക്കാട് ബാങ്ക് നടത്തിവരുന്ന കൂട്ടുകൃഷി ചെയർമാനും വിവിധ തരം നെൽവിത്ത് സംരക്ഷണത്തിന് നേതൃത്വം വഹിക്കുന്ന രവീന്ദ്രൻ കൊടക്കാട് ഉൾപ്പെടെയുള്ളവർ സാങ്കേതിക സഹായങ്ങളുമായി കൂടെയുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും പോലീസുകാർ നെൽകൃഷിയുടെ തുടർ പ്രവർത്തനങ്ങളിൽ സജീവമാകുമെന്ന് പോലീസ് അസോസിയേഷൻ ഭാരവാഹികൾ KCN ന്യൂസിനോട് പറഞ്ഞു. 35ാം ജില്ലാ സമ്മേളനം, കാസർഗോഡ് ജില്ലാ സമ്മേളനം ജൂലൈ 10-ാം തീയതി കൊടക്കാട് വെച്ച് നടക്കുകയാണ്. അതിൻ്റെ അനുബന്ധ പരിപാടി എന്നുള്ള നിലയിലാണ് കൊടക്കാട് വയലിൽ പോലീസ് പ്രവർത്തകരോടൊപ്പം ഞാറ് നടൽ ഉത്സവം, ഞാറ്റുവേല നടത്താൻ വേണ്ടി സംഘാടക സമിതി തീരുമാനിച്ചത്. കേരളത്തിലെ കർഷകരാണ് ഈ നാടിൻ്റെ നട്ടെല്ല് എന്നുള്ള തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോലീസ് അസോസിയേഷനെ നയിക്കാൻ പ്രേരണയായത്. നാട്ടിലെ കർഷകർ ചേറിലിറങ്ങിയാൽ മാത്രമേ നമ്മളെപ്പോലെയുള്ള പണിയെടുക്കുന്ന മറ്റു വിഭാഗങ്ങൾക്ക് ചോറ് ലഭിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് ഇത്തരത്തിലേക്ക് പാടത്തിലേക്ക് പോലീസിനെ നയിക്കുന്നത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള പോലീസ് അസോസിയേഷൻ 35ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ അനുബന്ധ പ്രവർത്തനങ്ങളും സേവനങ്ങളുമായി അസോസിയേഷൻ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. നാട്ടിലെ കൃഷിക്കാർക്കൊപ്പം കൊടക്കാട് വയലിൽ നടത്തിയ ഞാറ്റുവേല നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയിൽ ഞാറ്റുവേല ദിനത്തിൽ കർഷകർക്കൊപ്പം കൊടക്കാട് പടിഞ്ഞാറേക്കര വയൽ പരിസരത്ത് നടന്ന പരിപാടി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരള പോലീസ് അസോസിയേഷന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ കാസർഗോഡ് ജില്ലയിൽ, അതും ഒരു ഗ്രാമത്തിൽ വെച്ച് ഒരു സമ്മേളനം നടത്തി അനുബന്ധമായി ഒത്തിരി ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. പോലീസ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ PV സുധീഷ് അധ്യക്ഷത വഹിച്ചു. പോലീസ് ഇൻസ്പെക്ടർമാരായ K സലിം, KV ഉമേശൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KV വിജയൻ, AP സുരേഷ്, KV രാജേഷ്, T സുജിത്ത് എന്നിവർ സംസാരിച്ചു. ചെറുവത്തൂർ കണ്ണാടിപ്പാറ കൊടക്കാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ജൂലൈ 10-നാണ് പോലീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മത്സ്യബന്ധനത്തിനിടയിൽ കായലിൽ തോണി മറിഞ്ഞ് മരിച്ച വലിയ പറമ്പ് വെളുത്തപൊയ്യയിലെ KPP മുകേഷിന് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തൃക്കരിപ്പൂർ ടൗണിലെ മാരാർജി സ്മൃതി മന്ദിരത്തിൽ പൊതുദർശനത്തിന് വെച്ചു. കൗവായി കായലിലെ വലിയ പറമ്പിൽ മത്സ്യബന്ധനത്തിനിടയിലാണ് ഒഴുക്കിൽ തോണി മറിഞ്ഞ് മുകേഷിൻ്റെ ജീവൻ പൊലിഞ്ഞത്. വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിയോടെ ഓരി ചെമ്മൻ്റെമാട് ഭാഗത്ത് മത്സ്യബന്ധനം നടത്തവെയാണ് അപകടത്തിൽപ്പെട്ടത്. വിവരമറിഞ്ഞ് നാട്ടുകാരും തൃക്കരിപ്പൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളും തിരച്ചിൽ നടത്തി വരവെ രാത്രി 8 മണിയോടെയാണ് മൃതദേഹം കായലിൽ മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുരുങ്ങിയത്. മാവിലാക്കടപ്പുറം വെളുത്തപൊയ്യയിലെ K ഗോപാലൻ്റെയും KPP ലതയുടെയും മകനാണ് മുകേഷ്. വെള്ളിയാഴ്ച കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തൃക്കരിപ്പൂർ ടൗണിലെ മാരാർജി സ്മൃതി മന്ദിരത്തിൽ പൊതുദർശനത്തിന് വെച്ചു.
ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ളവർ ഉൾപ്പെടെ അന്ത്യാഞ്ജലി അർപ്പിക്കുവാനെത്തി. തുടർന്ന് വലിയപറമ്പിലെ വെളുത്തപൊയ്യയിൽ മുകേഷിന്റെ വീട്ടിലെത്തിച്ച് അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം മാവിലാക്കടപ്പുറം ഒരിയരയിലെ ശ്മശാനത്തിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പെരുമഴയായാലും പൊരുവയിലായാലും ബദിയടിക്കയിലെത്തുന്ന യാത്രക്കാർക്ക് അനുഭവിക്കുകയല്ലാതെ വഴിയില്ല. അടിയന്തരമായ ഒരു കാത്തിരിപ്പ് കേന്ദ്രമെങ്കിലും പണിയണമെന്ന ആവശ്യം ശക്തമാകുന്നു. ബദിയടിക്കയിൽ ബസ് സ്റ്റാൻഡ് വേണമെന്നത് ദീർഘകാലമായുള്ള ആവശ്യമാണ്. അന്തർ സംസ്ഥാന പാതകൾ കടന്നു പോകുന്നതും കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനടുത്താണെന്നതും ഈ ആവശ്യത്തിന് ബലമേകുന്നു. ഇത് എങ്ങും എത്താതെ നിൽക്കുമ്പോൾ തന്നെ അടിയന്തരമായ ഒരു കാത്തിരിപ്പ് കേന്ദ്രമെങ്കിലും പണിയണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ബദിയടുക്കയിൽ നിന്ന് കുമ്പള ഭാഗത്തേക്ക് പോകുന്നവർക്ക് ഇപ്പോൾ കാത്തിരിപ്പ് കേന്ദ്രമില്ല. മുള്ളേരിയ, ബദിയടുക്ക, കുമ്പള റൂട്ടിൽ നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. കുമ്പള ഭാഗത്തേക്കുള്ള നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ബദിയടുക്കയിൽ വന്നു പോകുന്നത്. നിലവിൽ ബസ് സ്റ്റാൻഡായി കണക്കാക്കുന്ന സ്ഥലത്ത് ഇവർക്കായി ഒരു കാത്തിരിപ്പ് കേന്ദ്രം പോലുമില്ല. സ്കൂൾ സമയത്ത് വലിയ തിരക്കാണ്. സ്കൂൾ ബാഗും തൂക്കി നിൽക്കുന്ന വിദ്യാർത്ഥികൾ, കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്ന സ്ത്രീകൾ, വയോജനങ്ങൾ എന്നിവരെല്ലാം ഒന്നിരിക്കാൻ പോലും ഇടമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. പെരുമഴയായാലും പൊരുവയിലായാലും ഇവർക്ക് അനുഭവിക്കുക മാത്രമേ വഴിയുള്ളൂ. ഇവിടെ അനധികൃത പാർക്കിങ്ങും പ്രശ്നമാകുന്നുണ്ട്. കുമ്പള ഭാഗത്തേക്കുള്ള ബസ്സുകൾ നിർത്താനും അനധികൃത പാർക്കിംഗ് തടയാനും നിർദ്ദേശിച്ചുകൊണ്ട് റോഡരികിലെ കമ്പിവേലിയിൽ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല. നിരവധി സ്വകാര്യ വാഹനങ്ങൾ ഇവിടെ സദാസമയവും നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. അതുമൂലം ബസ് കാത്തു നിൽക്കുന്നവർക്ക് റോഡിലേക്ക് കയറി നിൽക്കേണ്ടി വരുന്നു. ഇത് അപകട സാധ്യതയും ഉണ്ടാക്കുന്നു. നൂറുകണക്കിന് ആളുകൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് അധികൃതർ തന്നെ അടിയന്തരം പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സമരം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാരും രാഷ്ട്രീയ സാമൂഹിക സംഘടനകളും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തളങ്കര ഗവൺമെന്റ് മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിൽ 1975 SSLC ബാച്ചിന്റെ ആഭിമുഖ്യത്തിലുള്ള സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. മെഡിക്കൽ ക്യാമ്പിൽ വിവിധ വിഭാഗങ്ങളുടെ സേവനം ലഭ്യമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തളങ്കര ഗവൺമെന്റ് മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിലെ 1975 SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് ജൂൺ 30 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 3 മണി വരെ നടക്കും. സ്കൂളിൽ സംഘടിപ്പിക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിൽ വിവിധ വിഭാഗങ്ങളുടെ സേവനങ്ങൾ ലഭ്യമാകും. കേരളത്തിലെയും കർണാടകയിലെയും പ്രമുഖരായ 50-ൽ പരം ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ലാബ് പരിശോധനകളും എക്സ്റേ, ECG സ്കാനിംഗ് എന്നിവയും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകളും സൗജന്യമായിരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. 70ഓളം പ്രശസ്തരായ ഡോക്ടർമാർ, 5000-ഓളം പേഷ്യൻസ്, ഏകദേശം 4000-ലധികം പേര് ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്പോട്ട് രജിസ്ട്രേഷൻ ബാക്കിയുണ്ട്. ഏകദേശം 5000 പേഷ്യൻസിന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ 5000 പേഷ്യൻസിന് ഉൾക്കൊള്ളാൻ വേണ്ടി എന്തൊക്കെ ആവശ്യമുണ്ടോ ക്രമീകരണങ്ങൾ, അതൊക്കെ തകൃതിയായി നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി ഇതൊരു ക്രിയാത്മകമായ കൂട്ടായ്മയാണ്. 1975 മുസ്ലിം ഹൈസ്കൂളിൽ ഒന്നിച്ച് പഠിച്ച കുട്ടികൾ 2024 അതേ ചങ്ങാത്തത്തോടുകൂടി, അതേ സൗഹൃദത്തോടുകൂടി, അതേ കുസൃതിയോടുകൂടി സമൂഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അവർക്ക് നമ്മളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നിപ്പോഴും ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. വി ആർ ഓൾ അബൌട്ട് 65 years ഏജ്. ബഷീർ വോളിബോൾ, TA ഖാലിദ്, MM അഹമ്മദ്, MA ലത്തീഫ്, ഡോക്ടർ ഫിയാസ്, മുസ്തഫ, കബീർ PM, മജീദ് TA, സുലൈമാൻ KK, മുഹമ്മദ് കുഞ്ഞി PA, പട്ല മുഹമ്മദ് കുഞ്ഞി മാഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ റാലി നടത്തി. സ്കൂൾ ഹെഡ്മാസ്റ്റർ വിജയൻ K ഫ്ലാഗ് ഓഫ് ചെയ്തു. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ലഹരി വിരുദ്ധ റാലി ശ്രദ്ധേയമായി. സ്കൂൾ ഹെഡ്മാസ്റ്റർ വിജയൻ K റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. SPC CPO അബ്ദുൽ സലീം TE, മുഹമ്മദ് യാസിർ CL, പ്രസാദ്, ചന്ദ്രശേഖരൻ, ജദീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ
വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ പി സുധ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സര പരിപാടികളും സംഘടിപ്പിച്ചു. കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി NSS യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും UP വിദ്യാർത്ഥികൾക്കായി പെൻസിൽ ഡ്രോയിംഗ്, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി പോസ്റ്റർ രചനാ മത്സരം എന്നിവ സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ പി സുധ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസറും വിമുക്തി മെന്ററും കൂടിയായ ചാൾസ് ജോസ് ജീവിതം തന്നെ ലഹരി എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. പരിപാടിയിൽ ഹെഡ്മാസ്റ്റർ പ്രമോദ് കുമാർ ആലപ്പടമ്പൻ, VHSE പ്രിൻസിപ്പാൾ ഇൻചാർജ് സൗമ്യ VP എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി NSS വളണ്ടിയർ സെക്രട്ടറി ഹൃദ്വിക് NV സ്വാഗതവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി NSS വളണ്ടിയർ ഖദീജത്ത് മൂസീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ നേതൃത്വത്തിൽ നടന്ന ഏകദിന പരിശീലന ക്ലാസ് സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ ഉദ്ഘാടനം ചെയ്തു. ഈ ജില്ലയിലെ പ്രവർത്തനം കേരളത്തിലെ മറ്റ് ജില്ലകൾക്ക് മാതൃകയാകാവുന്ന ഒരു പ്രവർത്തനമായിട്ട് മാറ്റി. ഇന്ന് നാരായണ പൂജാരി, ബിജു ഗസാരി, മറ്റുള്ള എതിർപ്പ് എല്ലാം അടക്കം അത് കേരളത്തിലെ മറ്റ് 13 ജില്ലകൾക്കും അസൂയാത്മകമായ ഒരു പ്രവർത്തനം നടത്തുന്ന ജില്ലയായിട്ട് മാറ്റിയെന്ന് എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി അധ്യക്ഷത വഹിച്ചു. JCI ട്രെയിനർ രാജേഷ് കൂട്ടക്കനി നേതൃത്വ പരിശീലന ക്ലാസ് എടുത്തു. ജില്ലാതല ഹൈജീൻ മോണിറ്ററിംഗ് ഉദ്ഘാടനം ഫുഡ് ആൻഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ വിനോദ് കുമാർ നിർവഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൽ സംഘടനാ ഭരണഘടനയെക്കുറിച്ച് വിശദീകരണം നടത്തി. ഹോട്ടൽ മേഖല അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പരിഹാരമാർഗങ്ങളെക്കുറിച്ചും സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുഗുണൻ ക്ലാസ് എടുത്തു. സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഗസാലി വിശിഷ്ടാതിഥിയായിരുന്നു. രക്ഷാധികാരി അബ്ദുള്ള താജ്, വർക്കിംഗ് പ്രസിഡന്റ് പ്രകാശൻ, സുരക്ഷാ പദ്ധതി ചെയർമാൻ രാജൻ കളക്കര, സത്യൻ ഇരിയണി എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര സ്വാഗതവും ജില്ലാ ട്രഷറർ രഘുവീർ പൈ നന്ദിയും പറഞ്ഞു. ജില്ലയുടെ 22 യൂണിറ്റ് ഭാരവാഹികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൃഷി വകുപ്പുമായി സഹകരിച്ച് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കയർ ഭൂവസ്ത്രം വിരിച്ച് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്. കൊയോങ്കര, തങ്കയം പാടശേഖരങ്ങളെ ബന്ധിപ്പിച്ച് കൃഷിക്കാവശ്യമായ കൈത്തോട് നിർമ്മാണത്തിനാണ് തുടക്കമിട്ടത്. കൈത്തോട് നിർമ്മിക്കുന്നത് വഴി 1-ാം വിള കൃഷി ചെയ്യുന്ന നെൽപ്പാടങ്ങളെ 3-ാം വിള കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കൈത്തോട് നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ നിർവഹിച്ചു. ഈ കയർഭൂവസ്ത്രം ഒരു പരീക്ഷണാർത്ഥം ഞങ്ങളുടെ ഈ പ്രദേശത്തു കൂടി നടത്തുകയാണ്. അതുകൊണ്ടാണ് ഇന്നിവിടെ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. കൊയങ്കരിയുടെയും അതുപോലെ തങ്കയത്തിൻ്റെയും പാടശേഖരത്തിൻ്റെ ഒരു സെൻട്രൽ കൂടിയാണ് ഈ കയർവസ്ത്രം ഇപ്പോൾ ഇവിടെ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു തൊഴിൽ ലഭിക്കുക, അതോടൊപ്പം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം മണ്ണൊലിപ്പും അതുപോലെ വെള്ളം ഒഴുകി മണ്ണ് ഒലിച്ചു പോകുന്ന സാഹചര്യം ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സംരംഭം ഇവിടെ തുടക്കം കുറിക്കുന്നത്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ AK ഹാഷിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ A റെജീന, കയർഫെഡ് ഉദ്യോഗസ്ഥൻ K അനിൽകുമാർ എന്നിവർ പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M രജീഷ് ബാബു, സീതാ ഗണേശൻ, തൊഴിലുറപ്പ് പദ്ധതി അക്രഡിറ്റഡ് എഞ്ചിനീയർ P ശ്യാമിലി, ഓവർസിയർ AG സാജിദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നെല്ലിക്കുന്ന് ഡോക്ടർ BR അംബേദ്കർ റോഡിലെ സത്യനാരായണ അഗിതായ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഫോർട്ട് റോഡിലെ കോട്ടെ ശ്രീ ആഞ്ജനേയ ക്ഷേത്രം ട്രസ്റ്റിയും റിട്ടയർഡ് വില്ലേജ് ഓഫീസറുമാണ്. പ്രശസ്ത വാസ്തുവിദഗ്ധൻ പറയതനായ രാമ അഗിതായയുടെ മകനാണ്. അനുരാധയാണ് ഭാര്യ. സുപ്രിയ സന്തോഷ്, ശ്രീദേവി അഭിരാം, ദിവ്യലക്ഷ്മി, അശ്വിനി അജയ് എന്നിവർ മക്കളാണ്. സരസ്വതി, സീതാരത്ന, കലാവതി, ജയലക്ഷ്മി എന്നിവർ സഹോദരങ്ങളാണ്. കോടോം വില്ലേജിലെ കോടോത്ത് എരുമക്കുളം പൊതുകുളം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. ഉറവ വറ്റാത്ത കുളം കാടുപിടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഗ്രാമപ്രദേശങ്ങളിലെ പൊതുകുളങ്ങൾ ഉപയോഗയോഗ്യമല്ലാതായി തുടങ്ങിയിട്ട് കാലങ്ങൾ കഴിഞ്ഞു. കോടോം വില്ലേജിലെ കോടൂത്ത എരുമക്കുളം പൊതുകുളം കാടുപിടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി.
പ്രദേശത്തെ 30ഓളം കുടുംബം കൃഷി ആവശ്യത്തിനും മറ്റും ആശ്രയിക്കുന്നത് ഈ കുളത്തെയാണ്. അതേസമയം ജലസംരക്ഷണത്തിന് പരിഗണന നൽകുന്ന കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കുടിവെള്ളത്തിനും ജലസേചനത്തിനും ഉതകുന്ന രീതിയിൽ വലിയ പദ്ധതികൾക്കാണ് 2022-23 സാമ്പത്തിക വർഷത്തിൽ രൂപം നൽകിയത്. എരുമക്കുളം പൊതുകുളം നവീകരണത്തിന് 15 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. കുളത്തിലേക്കുള്ള പടികളാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിച്ചത്. എന്നാൽ പണി പൂർത്തീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. എരുമക്കുളം പേര് വരാൻ കാരണം ഇത് പണ്ട് കൂടം തറവാട് സ്ഥലമാണ്. അപ്പോൾ അവർ പൈക്കളും അതുപോലെ എരുമകളും മറ്റു മത്സ്യബന്ധനത്തിൻ്റെ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഒരു കുളമായിരുന്നു പണ്ട്. ചെറിയൊരു കുളമായിരുന്നു, ഇതുപോലത്തെ വലുതല്ല. അതിനുശേഷം പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി കുറച്ചും കൂടി ഉപയോഗിച്ച് ഇപ്പം ഒരുപാട് ആൾക്കാർ ജലസേചനത്തിന് മറ്റു മത്സ്യം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം അത് ഇപ്പോൾ 22-23 വർഷം കാലഘട്ടത്തിൽ 15 ലക്ഷം ജില്ലാ പഞ്ചായത്തിൻ്റെ സ്കീമിൽ വന്ന് ഇപ്പോൾ ഇത്രയും നവീകരിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. അതുപോലെ ഒരുപാട് ചെടി എടുക്കാനുണ്ട്. ചെടി എടുത്ത് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒരു 10-30ഓളം ആൾക്കാർ കൃഷി ഉപയോഗത്തിന് എടുക്കുന്നുണ്ട്. അത് കറണ്ട് മോട്ടോർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അതുകൊണ്ട് പിന്നെ വെള്ളത്തിന് ക്ഷാമം വരുന്നില്ല. ഇത്രയും നല്ല സ്രോതസ്സുള്ള സ്ഥലമാണ്. ഇതിൻ്റെ മേലാന്ന് വലിയൊരു കാവും ഇതൊക്കെ കിടക്കുന്ന ഒരു നല്ലൊരു പള്ളം. നമ്മളെ പള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തിന് പള്ളം എന്ന് പറയാം. നല്ലൊരു പ്രസിദ്ധമായ കാവുണ്ട്. കാവും പരിസരം അങ്ങനെ എടുക്കുന്നുണ്ട്. പൊതുകുളങ്ങൾ സംരക്ഷിച്ചാൽ ഗ്രാമങ്ങളിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കും. കുളങ്ങൾ സംരക്ഷിക്കേണ്ടത് അനിവാര്യമായ ഘടകങ്ങളിൽപ്പെട്ടതാണെന്ന് ജനപ്രതിനിധികൾ പറയാറുണ്ടെങ്കിലും ഫലമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. രാജേഷ് ഓട്ടമല, ന്യൂസ് ബ്യൂറോ, രാജപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നീലേശ്വരത്ത് പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്ന കേസിൽ പ്രതി മണിക്കൂറുകൾക്കകം പിടിയിൽ. കൊട്ടാരക്കര എഴുക്കോൺ സ്വദേശി അഭിരാജാണ് പിടിയിലായത്. കാഞ്ഞങ്ങാട്ട് പട്ടാപ്പകൽ സ്വകാര്യ ബസ്സിൽ കവർച്ച. യാത്രക്കാരിയുടെ 6.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചതിലൂടെ 2.36 കോടി രൂപ തട്ടിയെടുത്തുവെന്ന ആരോപണത്തിൽ അന്വേഷണം വേണം. രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ വീട്ടിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച്. മഞ്ചേശ്വരത്ത് തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷം. ഐല ശിവാജി നഗറിലെയും മുസോടി കടപ്പുറത്തെയും തീരദേശവാസികൾ ആശങ്കയിൽ. കാസർഗോഡ് ചന്ദ്രഗിരി പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. രാവണേശ്വരം മുക്കോട് സ്വദേശി അജേഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ല. ബദിയടുക്കയിലെത്തുന്ന യാത്രക്കാർ അനുഭവിക്കുന്നത് കടുത്ത ദുരിതം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.